മുഴുവൻ തിരഞ്ഞവനെ എവിടെയും കണ്ടില്ല. ഓടാ പന്നി, അത് പറയാനാണ് ഫോൺ വിളിച്ചത്. കണ്ടുപിടിച്ച് കൊന്നു കളഞ്ഞ് തിരിച്ചു പോരെ, ഇല്ലെങ്കിൽ ആ വഴിക്ക് പൊയ്ക്കണം. കിട്ടില്ല എങ്കിൽ അവനെ ഞാൻ തന്നെ കൊല്ലും. അല്ലയാ, നമ്മുടെ ആളുകളെ വിട്ട് കോലാലംപൂരിൽ നിന്ന് അവൻ എവിടെയും പോകാൻ പറ്റില്ല. ന്യൂ ഇയർ പാർട്ടിക്ക് സമയമാകുന്നു, വാ പോവാം. നമ്മളെ പറ്റിയാ സംസാരിച്ചിട്ട് പോയത് അറിയുമോ? അതെ അതെ, എന്ത് കഥ. ഒരു ഹാഫും ഹാഫ് ബോയിലും ഉണ്ടായിരുന്നെങ്കിൽ നാട്ടിൽ തന്നെ ന്യൂ ഇയർ സൂപ്പറായി ആഘോഷിച്ചേനെ. മലേഷ്യയിൽ ചുറ്റിക്കറങ്ങാൻ വാ, വെള്ളമടിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ നോക്ക്, നമ്മളെ തന്നെ ആളെ വിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പേടിക്കാതടാ, ഈ പുതുവർഷം പിറക്കാൻ പോകുന്നതിനെ നമുക്ക് വേണ്ടിയാ. ചോക്ലേറ്റ് വാങ്ങി തരുമല്ലോ. ഏയ്, ഊരിയ പറഞ്ഞ എന്തിനാ ഡാൻസ് കളിക്കുന്നേ? ചൂരി ഊരിയോ? വരുന്നില്ല. ഇല്ല, എന്താടി ഇത്? എന്താണെന്നോ? എല്ലാ അലങ്കാരമായല്ലോ, എന്നടാ പറ്റിയേ? ചേച്ചിക്ക് മോതിരം ഇഷ്ടപ്പെട്ടില്ല, ഊരാൻ പറഞ്ഞു. പിടിച്ചൂരിയപ്പോ വീണു. മോതിരം ഊരി എറിഞ്ഞ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങോടി. ദൈവം തമ്പുരാൻ വന്നാലും ഈ കല്യാണം മുടങ്ങില്ല. ജനുവരി 4-ാം തീയതി നീയും സൂര്യൻ തമ്മിലുള്ള കല്യാണം നടന്നിരിക്കും. എനിക്ക് അവനെ ഇഷ്ടമല്ല. ഇഷ്ടമല്ല വേണ്ടാന്ന് നിന്റെ ചേട്ടനോട് പറയാൻ പറ്റുമോ? പറ്റില്ലടി. അവനെ കണ്ടിട്ടില്ലേ? തണ്ണി, ഡ്രഗ്സ്, എപ്പോഴും കയ്യിൽ ഒരു ഗണ്ണും ഉണ്ടാവും. ആ റൗഡിയെ കല്യാണം കഴിച്ചിട്ട് ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും? ഇങ്ങോട്ട് നോക്ക്. ഞാൻ കല്യാണം കഴിക്കുമ്പോ നീ ചെറിയ കുട്ടിയാ. എത്ര സങ്കടം വന്നാലും നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സങ്കടമൊക്കെ പറക്കും. നീ എന്നെ ചേച്ചിന്നാ വിളിക്കുന്നേ, പക്ഷെ എനിക്ക് നീ മോളെ പോലെയാ. നീ നന്നായിരിക്കണം. ഒട്ടും വൈകിട്ടില്ല. നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ വിളിച്ചോണ്ട് ഓടിപ്പിക്കോ. ഞാൻ നിന്റെ ചേട്ടനെ സമാധാനിപ്പിക്കാം. അത് നടക്കില്ല. ഗോച്ചയുടെ അനിയത്തിയെ കൊണ്ട് ഓടിപ്പോകാൻ ഇനി ഒരുത്തൻ ജനിക്കണം. ദേവി, വേഗം ഡ്രസ്സ് മാറിയിട്ട് താഴേക്ക് വരാൻ നോക്ക്. നിന്റെ ചേട്ടൻ താഴെ കാത്തിരിക്കുന്നു. പുള്ളിയോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. വാടാ, ഇങ്ങനെ ഒരെണ്ണം. അവരൊക്കെ പാന്റിന്റെ പോക്കറ്റിൽ തോക്കുകൊണ്ടാ നിൽക്കുന്നത്. അവര് കാണുന്നതിന് മുമ്പ് ഓരോ പെഗ് വീതം അടിച്ച് നമുക്ക് കുരുവിയായി തന്നെ പറക്കാം. കാശില്ലാതെ പോകാൻ പറ്റില്ലടാ. കാശില്ലാതെ വേണമെങ്കിലും പോകാം, പക്ഷെ ജീവനില്ലാതെ പോകാനേ പറ്റില്ല. ഒന്നുകൂടി ആലോചിക്കേ. ശരിക്കും ആലോചിച്ചു. അപ്പൊ എസ്കേപ്പ് ആകുമല്ലോ. നമ്മൾ ആരാണെന്ന് അറിഞ്ഞാലേ. സൂപ്പറാണോടാ? ഓക്കെ അല്ലേ? എന്ത് ഓക്കെ? ഡ്രസ് ഓക്കെ, ഫേസിന് എന്ത് ചെയ്യും? അത് ശരിയാണ്. അതൊന്ന് നോക്ക്, ആ കറുത്ത മണ്ണ് നോക്ക്. നമ്മുടെ സ്വന്തം മലേഷ്യയിൽ അത് തേച്ചിട്ട് അഡ്ജസ്റ്റ് ആകാം. ഡൺ. നല്ല ഐഡിയ. ഫസ്റ്റ് ഐഡിയ തന്നത് ഞാനാ. ഞാൻ തന്നെ ഫസ്റ്റ് അപ്ലൈ ചെയ്യും. മച്ചാ, ഈ ഡ്രസ്സിന് മാസ്ക് സൂപ്പർ ആയിട്ടില്ലേ? നിനക്ക് ഗെറ്റപ്പ് സൂപ്പർ ആയിട്ടുണ്ട്. നിനക്കിത് എവിടെ നാടാ? ചിലതൊക്കെ തനിയെ വരുവടാ. അബുറാമേ, എനക്ക് കിട്ടേണ്ട നല്ലതൊക്കെ അവന് കിട്ടുന്നല്ലോ. എനിക്ക് മാത്രം ഈ അഴുക്ക് കിട്ടി. എനിക്ക് ഈ മുഖം വേണ്ട. ആൽക്കഹോൾ ഒറിജിനൽ ആടാ. നീ നിന്റെ ട്രാക്കിൽ പോ, ഞാൻ എന്റെ ട്രാക്കിൽ പോകാം. ഓക്കെ അല്ല? ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റ് കൊച്ചിയിൽ നടന്നത് കാരണം നിങ്ങൾ ആരെയും ക്ഷണിക്കാൻ എനിക്ക് പറ്റിയില്ല. സോ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങൾക്കൊരു ട്രീറ്റാണ്. എൻജോയ് യുവർസെൽഫ്. കൺഗ്രാജുലേഷൻസ്. എല്ലാരും നോക്കുന്നു നിന്നെ. സോറി. അയ്യോ, ഇവളാരടാ? ഇതിന്റെ ചൊറിച്ചിൽ സഹിക്കാൻ പറ്റണില്ലേ? അയ്യോ.
എന്തിനീ മനുഷ്യക്കുറങ്ങി എന്നെ തന്നെ നോക്കുന്നത്? മനസ്സിലാക്കിയോ അവൻ? ഹലോ ഹലോ നിക്ക് നിക്ക്. ഓ, പെണ്ണുങ്ങളും ലിക്കറും ഉണ്ട്. അവൻ അവിടെ പോയെന്ന് അറിയില്ലല്ലോ. പുട്ട് വൺ ഡ്രിങ്ക് ഫോർ മീ. ആ കാട്ടുപന്നിക്ക് കൊടുക്കണം. ആപ്സ് നീയോ? ഞാനാണെന്ന് തോന്നുന്നു. നീ എവിടെടാ പോയി തോന്നുന്നേ? എന്നൊരു പെണ്ണ് ഫോളോ ചെയ്യുന്നടാ. നിന്നെ ഒരു പെണ്ണാ ഫോളോ ചെയ്യുന്നേ. എന്നെ ഒരു മനുഷ്യക്കുരങ്ങ് അയ്യോ വന്നെന്നോ? ഈ വിദ്യ എനിക്ക് അറിയാതെ പോയല്ലോ. എനിക്ക് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാനാണോടാ എന്നെ വരട്ടിയത്? ആ ഈ സെൽഫോണിൽ ക്യാമറ വെക്കുന്നത് ആദ്യമേ നിർത്തണമടാ. നിന്റെ ഫോട്ടോ തന്നെ നിന്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യട്ടെ? 1 2 3. ഒരു സ്മോൾ കഴിക്കാൻ പോലും സമ്മതിച്ചില്ലല്ലോടാ. പറയ് ഭായ്. മലേഷ്യ ചെന്ന ഉടനെ ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തോടാ കഴുതകളെ. നിങ്ങൾ പറഞ്ഞ കുരുവികളോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ് ഭായ്. നാളെ എന്റെ മോന്റെ റിസപ്ഷനാ. അവിടെ തന്നുകൂടെ സാധനങ്ങൾ കൊണ്ടുപോടാ. ഉറപ്പായിട്ട് കൊണ്ടുവരാൻ ഭായ്. എവിടെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് അല്ലേ? തൃപ്പൂണിത്തുറ. നിങ്ങൾ മാത്രം വന്നിട്ട് കാര്യമില്ല, സാധനങ്ങൾ കിട്ടണം. ഞങ്ങൾ വന്നാലും സാധനങ്ങൾ എന്തായാലും വരും ഭായ്. വേണു, നിന്റെ ഒരുത്തി ഫോളോ ചെയ്യുന്നു പറഞ്ഞല്ലോ. അത് ആ പെണ്ണാണോ? അളിയൻ അവിടെ നിൽക്കുന്നു, നീ ഇവിടെ ഡാൻസ് ചെയ്യുന്നോ? അത് പിന്നെ അയ്യോ, ഇവളാച്ചയുടെ ഗുനിയത്തിയാണല്ലോ. എന്താന്ന്? ഗോച്ചയുടെ അനിയത്തിയാണല്ലോ. Escape. ഏയ്, വേഗം വാ. ഹലോ. എവിടോട്ടാടാ ഈ പോകുന്നേ? ഏയ്, ഈ വഴി. ഇവിടെയോ? ഓക്കെ. ഇത് ഏതാടാ സ്ഥലം? സ്ഥലം ഏതായാലും എന്താടാ, വെളുക്കുവോളം വെള്ളമടിച്ചിട്ട് പോവാലോ. ഏയ്, ആര് വരുന്നു? അയാളുടെ ആളുകളായിരിക്കും. അയ്യോ, ഇനിയും നീ അകത്ത് വന്നില്ലേ? ഗോച്ചാടാ, ഗോച്ച. ഇതുവരെ മാർക്കറ്റിൽ വരാത്ത ഡയമണ്ട്. ഇതിന്റെ മതിപ്പ് 6.4 crores. Is it for sale? ഏയ്, എന്തെയ്യും ചോദിച്ചില്ലേ? ഇപ്പൊ ഞാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യാൻ പോന്നു? ആ ഡയമണ്ട് കക്കാൻ പോകും. എന്തിനാടാ? നമ്മുടെ വീട് ലേലത്തിൽ പോകാതിരിക്കാൻ ആ ഡയമണ്ട് കട്ടേ തീരൂ. എങ്ങനെയാടാ? ഇപ്പൊ ടൈം എന്തായി? 11:59. 12 മണിയാവുന്നതിന് 10 സെക്കൻഡ് മുമ്പ് പവർ കട്ടാവും. 12 മണിയായി പവർ വരുമ്പോ ആ ഡയമണ്ട് എനിക്ക് സെറ്റ് ആവും. സൂപ്പറാ. എന്താണത്? ഷാമ്പയിൻ ബോട്ടിൽ താഴെട്ടോടാ പന്നി.